ഓക്കെ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഇന്നത്തേക്ക് 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പാഠം അവസാനിപ്പിക്കാം. എന്താണ് ഇത് ഉപയോഗിക്കണം, എനിക്ക് ഈ ഒരു പിങ്ക് ഇഷ്ടം. നമുക്ക് ഈ ഒരു പാഠം 2 ക്വസ്റ്റ്യൻ കൂടി, ആക്ച്വലി 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഒരു ആക്ച്വലി ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ആക്ച്വലി ഡെറിവേറ്റീവ്സിൻ്റെ എന്താണ് കൂടുതൽ കോൺസെപ്റ്റ് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവിൻ്റെ ഐഡിയ മനസ്സിലങ്ങ് പതിയേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എന്താണ് നിങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് സംഭവം നോർമൽ ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് പണിയുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന റൂൾ എന്ന് പറയുന്നത് പവർ റൂൾ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അതേപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് അതായത് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, പ്രോഡക്റ്റ് റൂൾ. അതേപോലെ അതാണ് ഡിവിഷൻ ഓഫ് 2 ഫംഗ്ഷൻസ്, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഹോൾ സ്ക്വയർ. എൻ്റെ കോഷ്യൻ റൂൾ എന്ന് പറയും. നോക്കാം, 2x മൈനസ് 3/4. ഇത് ആക്ച്വലി പവർ റൂൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്തായാലും ഈ പറഞ്ഞ എന്താണ്, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ് 2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് അപ്പോൾ എന്താണ് ഇതിൻ്റെ പുറത്ത്, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ് ഈ പറഞ്ഞ 3/4. കാരണം ഇവിടെയുള്ള മൈനസ് നമ്മൾ ഇവിടെ ഇട്ടല്ലോ. അപ്പോൾ ഡി എക്സ് ബൈ ഡി എക്സ് എന്നുള്ളത് 1 ആണ്. അപ്പോൾ 2 × 1 2. ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ബൂം 0. അപ്പോൾ 2 × 1 മൈനസ് 0 ഈക്വൽ എന്നാൽ 2. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നല്ലോ. ഓക്കെ, അടുത്തത് അത്ര സിമ്പിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് ആക്ച്വലി പ്രൊഡക്റ്റ് റൂളാണ്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് അതേപോലെ വെച്ച് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്സ്. ഡെറിവേറ്റീവ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഡെറിവേറ്റീവ് സെക്കൻഡ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എത്ര 1. ഇതിൻ്റെ ഡെറിവേറ്റീവ് 0, കാരണം ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 5 എന്തായാലും ഇതിൻ്റെ പുറത്ത്, ഈ 3x-ൽ ഈ 3 ഇതിൻ്റെ പുറത്ത്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് അതായത് ഇത് സെപ്പറേറ്റ് എടുത്ത് ഇത് സെപ്പറേറ്റ് അങ്ങനെയാണ്, ഞാൻ ഒരുമിച്ച് ചെയ്യുന്നില്ല, സെപ്പറേറ്റ്. അപ്പോൾ 5 ഇൻറ്റു ഈ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? അതാണ് ആക്ച്വലി എന്താണ് നമ്മൾ പഠിച്ചത് എക്സ് റൈസ് ടു എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. അപ്പോൾ എക്സ് ക്യൂബ് ആകുമ്പോഴും അപ്പോൾ ഈ പവർ 3 ഇൻറ്റു എക്സ് റൈസ് ടു ഇത് മൈനസ് 3 മൈനസ് 1. അപ്പോൾ 3 ഇൻറ്റു എന്താണ് 3 ഇൻറ്റു എക്സ് 3 മൈനസ് 1 സ്ക്വയർ. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഇതിൻ്റെ ഒപ്പം ഒരു 5 ഉണ്ടായിരുന്നു. അപ്പോൾ 5 ഇൻറ്റു 3 15 എക്സ് സ്ക്വയർ. അതേപോലെ 3x-ലോ 3 എന്തായാലും പുറത്ത് ഡി എക്സ് ബൈ ഡി എക്സ് 1. അപ്പോൾ 3 × 1 3 തന്നെ. ഈ മൈനസ് 1 എൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു കാര്യം ചെയ്തല്ലേ, ഇതെന്തായാലും 5x³ പ്ലസ് 3x മൈനസ് 1 അതേപോലെ തന്നെ എഴുതി. പിന്നെ എന്താ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 0. ഇതെന്തായാലും 1 വരും. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഉണ്ടാവും പ്ലസ് എക്സ് മൈനസ് 1 ഇൻറ്റു എന്താണ് ഞാൻ പറഞ്ഞാൽ ഈ 5x³ ഡെറിവേറ്റീവ് 3x². ആ 5 കോൺസ്റ്റൻറ്റ് പുറത്ത്. പിന്നെ എന്താ x³ ഡെറിവേറ്റീവ് 3x². അപ്പോൾ 5 × 3 15x² വരും. പിന്നെ എന്താണ് 3x-ൻ്റെ ഡെറിവേറ്റീവ് 3, പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ എന്താ എക്സ് മൈനസ് 1 ഇൻറ്റു 15x² പ്ലസ് 3. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. 5x³ പ്ലസ് 3x മൈനസ് 1. ഒരു കാര്യം ചെയ്ത് ഈ എക്സ്, അതായത് നമ്മൾ ആദ്യം ഇത് വെച്ചിട്ട് ഇത് രണ്ടിലും മൾട്ടിപ്ലൈ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇത് വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് മൾട്ടിപ്ലൈ. അത് x ഇൻറ്റു x² എന്ന് പറയുമ്പോൾ x³ 15x³ x ഇൻറ്റു 3 3x മൈനസ് 1 ഇൻറ്റു 15x² മൈനസ് 15x² മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 3. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, 15 ചക്ക 5 ചക്ക രണ്ടും കൂട്ടിയാലോ 20 ചക്ക മൈനസ് 15x² 3 ചക്ക 3 ചക്ക കൂട്ടിയാൽ എത്ര 6 ചക്ക മൈനസ് 1 മൈനസ് 3 മൈനസ് 1 ചക്ക മൈനസ് 3 ചക്ക മൈനസ് 4 ചക്ക. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്തത് ഇതും ചെയ്ത് എക്സ് റൈസ് ടു മൈനസ് 3 ഇൻറ്റു 5 പ്ലസ് 3x. വീണ്ടും എനിക്ക് തോന്നുന്നു ഇവിടെ പവർ നമ്മളെന്താണ് ഈ എന്തിനു പറയുക പ്രൊഡക്റ്റ് റൂള്. അപ്പോൾ ഇതൊരു തൽക്കാലത്തേക്ക് ഇതെനിക്ക് തോന്നുന്നത് അല്ല, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും പ്രൊഡക്റ്റ് റൂൾ എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, 2ലേക്കും ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് 3 ഇൻറ്റു 5 എക്സ് റൈസ് ടു മൈനസ് 3 പ്ലസ് 3x ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 3, അതായത് എക്സ് റൈസ് ടു മൈനസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു 1. ഇതിപ്പോൾ ഒരു എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഫോർമാറ്റ്. അതങ്ങനെ എഴുതാം, എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് 3 പ്ലസ് 1. അപ്പോൾ എത്ര എക്സ് റൈസ് ടു മൈനസ് 3 പ്ലസ് 1 മൈനസ് 2. അപ്പോൾ 3x റൈസ് ടു മൈനസ് 2. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഈ 5 പുറത്ത് 5 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ് എക്സ് റൈസ് ടു മൈനസ് 3 മൈനസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 3 മൈനസ് 1. അപ്പോൾ ഇത് എക്സ് റൈസ് ടു മൈനസ് 4 എന്ന് പറഞ്ഞിട്ട് വരും. പ്ലസ് 3 ഇൻറ്റു എന്താണ് ഇതിൻ്റെ എക്സ് റൈസ് ടു മൈനസ് 2 ഡെറിവേറ്റീവ് മൈനസ് 2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 2 മൈനസ് 1. അപ്പോൾ ഇത് എന്ത് വരും എക്സ് റൈസ് ടു മൈനസ് 3. അപ്പോൾ എന്താ 5 ഇൻറ്റു മൈനസ് 3 മൈനസ് 15, പിന്നെ എന്തുണ്ട് എക്സ് റൈസ് ടു മൈനസ് 4, പിന്നെ എന്താ ഇവിടെ ഒരു മൈനസിന് മൈനസ് 3 ഇൻറ്റു 2 6, പിന്നെ എന്താ എക്സ് റൈസ് ടു മൈനസ് 2 മൈനസ് 1
-3. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, ഇതെല്ലാം നമ്മൾ വിചാരിക്കും ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഒന്നും പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ജസ്റ്റ് ഇത് ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത് അതേപോലെ ഇതിൽ രണ്ടുള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതൊരു എക്സ്പ്രഷൻ കിട്ടും. ഇതിനെ ജസ്റ്റ് പവർ റൂൾ വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ ഇത് രണ്ടും ചെയ്യാം. അത് ചെയ്യാമല്ലോ നമുക്ക്. x⁵5 × 3 - 6x⁹9. അപ്പോൾ ഇത് രണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 3x⁵5 - 6x⁻, ഇവിടെ രണ്ടിൽ ഇതുണ്ടല്ലോ. അപ്പോൾ 5 - 9 അല്ലെങ്കിൽ 5 + -9, കാരണം ബേസ് സെയിം, അപ്പോൾ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 5 - 9 അപ്പോൾ x⁻⁻4. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 3x⁵5 ഡെറിവേറ്റീവ് 3 പുറത്ത് ഇരിക്കട്ടെ. അപ്പോൾ ഈ പറഞ്ഞ x⁵5 എന്ന് പറയുമ്പോൾ 5x⁴ -6 ഇൻറ്റു ഈ -4 എന്ന് പറയുമ്പോൾ -4, അതായത് x⁻⁻4 എന്ന് പറയുമ്പോൾ -4 × x⁻⁻4 -1. അപ്പോൾ 3 × 5 15 x⁴. പിന്നെ ഒരു മൈനസിനെ പ്ലസ് ആയി കഴിഞ്ഞ് 6 × 4 24 x⁻⁻4 -1 -5. യെസ്, സിമ്പിൾ ആൻസർ. അടുത്തത് ഇത് x⁻⁻4 × 3 - 4 x⁻⁻5 നോക്കാം. അപ്പോൾ x⁻⁻4 × 3 3x⁻⁻4 പിന്നെ ഒരു മൈനസ് x⁻⁻4 × 4 x⁻⁻5 4 × x⁻⁻4 + -5 -4 എന്ന് പറയുമ്പോൾ എത്ര x⁻⁻9. അപ്പോൾ 3x⁻⁻4 - 4x⁻⁻9. ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 3 എന്തെങ്കിലും കോൺസ്റ്റൻറ്റ്. ഈ x⁻⁻5 ഡെറിവേറ്റീവ് -4 × x⁻⁻4 -1. അപ്പോൾ ഇതെന്തായാലും ഒരു x⁻⁻5 എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ മൈനസ് ഈ 4 എന്തെങ്കിലും കോൺസ്റ്റൻറ്റ്. പിന്നെ x⁻⁻9 ഡെറിവേറ്റീവ് -9 × x⁻⁻9 -1. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ആണെന്നുണ്ട്, ഇവിടെ ഒരു മൈനസ് ആണെന്നുണ്ട്. ആ മൈനസ് ചേർത്തിട്ട് പ്ലസ് ആവും. അപ്പോൾ ഇവിടെ എന്തുണ്ട് 3 × -4 -12 x⁻⁻5 + 4 × 9 36 x⁻�9 -1 -10. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഓക്കെ, നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അതായത് ഇവിടെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇത് ഈ പറഞ്ഞ ഒരു കോഷ്യൻ റൂൾ ഇവിടെ ഉപയോഗിക്കണം, ഇവിടെയും കോഷ്യൻ റൂൾ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെയും കോഷ്യൻ റൂൾ, ഇവിടെയും കോഷ്യൻ റൂൾ. അപ്പോൾ അവിടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. വി ഹാവ് ടു അപ്ലൈ കോഷ്യൻ റൂൾ ഹിയർ ആൻഡ് ഹിയർ ഓൾസോ. അപ്പോൾ 2 കോഷ്യൻ റൂൾ വരും. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. നമുക്കപ്പോൾ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കും. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ ഒന്നുമില്ല ഫംഗ്ഷനായിട്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നോ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ റൂൾ, സെക്കൻഡ് ഫംഗ്ഷൻ x+1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതിൻ്റെ എന്തെങ്കിലും ഡെറിവേറ്റീവ് 0. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, കംപ്ലീറ്റ് ടേം അപ്പോൾ 0 ആയിപ്പോയി. അതായത് ഇത് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇത് 0 ആയി കഴിഞ്ഞാൽ പോവും, ഇതും 0 ആയിപ്പോയി. മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. എന്തായാലും എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ഇതിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ വരും 2 × 1 + 0 അല്ലെങ്കിൽ 2 × 1. അപ്പോൾ ഇവിടെ ഒരു -2 എന്ന് പറഞ്ഞിട്ട് വരും. ഇത് കണ്ടേ നിങ്ങൾ, മറ്റേത് ഇവിടെ ഈ ഒരു 0 കൊണ്ട് പോകും. ഇതിനെ കംപ്ലീറ്റ് അടിച്ചു പോയി. പിന്നെ ഒരു -2 × 1 ഉണ്ട്. ഇതെന്തായാലും -2. ഇവിടെ ഒരു -2 എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ ഡിവൈഡഡ് ബൈ x+1 സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഹോൾ സ്ക്വയർ. അതായത് ഇതിൻ്റെ ഹോൾ സ്ക്വയർ, x+1 ഹോൾ സ്ക്വയർ. ഇവിടെ നിന്നിട്ട് മൈനസ്. ഇനി എന്ത് ചെയ്യണം, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ 3x - 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ x². അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2x ഇൻറ്റു എന്ത് ചെയ്യണം, ഈ 3x - 1 നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിൽ ഉള്ളിലേക്ക് രണ്ടിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ x² ഇൻറ്റു d/dx ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ 3x - 1. 3xൻ്റെ ഡെറിവേറ്റീവ് ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ഇത് 3 × 1 വരും. പിന്നെ -0ൻ്റെ ഇത് എന്തായാലും 0 പോയി പോട്ടെ. പിന്നെ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ സ്ക്വയർ 3x - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വന്ന് ഇവിടെ ഞാൻ കംപ്ലീറ്റ് എല്ലാം പോയപ്പോൾ -2 ഡിവൈഡ് ബൈ x+1 ഹോൾ സ്ക്വയർ മൈനസ് 3x - 1 ഇൻറ്റു 2x. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുക. പിന്നെന്താ x² ഇൻറ്റു ഇവിടെ എന്താ ബാക്കിയുള്ളൂ 3xൽ 3x - 1 ആകെ ഇപ്പോൾ ഒരു ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 3 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 3x² വരും ഡിവൈഡഡ് ബൈ 3x - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ 2x ഇൻറ്റു 3x എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ 2 × 3 6 x ഇൻറ്റു x². 2x ഇൻറ്റു -1 -2x. അപ്പോൾ എന്തുണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു -3x² ഉണ്ട്. അപ്പോൾ -3x², അതായത് 6 ചക്ക -3 ചക്ക 3 ചക്ക മൈനസ് അപ്പോൾ 3x² - 2x ഡിവൈഡഡ് ബൈ എന്തുണ്ട് 3x - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ -2 ഡിവൈഡഡ് ബൈ x+1 ഹോൾ സ്ക്വയർ മൈനസ് 3x² - 2x ഡിവൈഡ് ബൈ 3x - 1 ഹോൾ സ്ക്വയർ. ഇവിടം വരെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വേണമെങ്കിൽ ഇതൊന്ന് x കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ x ഇൻറ്റു 3x ഇതെങ്കിലും ചെയ്യണം നിർബന്ധമില്ല, കാരണം ഇവിടം വരെ എത്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിക്കോളും.
ഇവിടുന്ന് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സെയിം തന്നെ -2 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 3x - 2 ഇതൊന്ന് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കും ഡിവൈഡ് ബൈ 3x - 1 ഹോൾ സ്ക്വയർ. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ലിമിറ്റ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താണ് ഇന്നത്തെ ഈ പാഠം അവസാനിക്കും. ഇത് ആക്ച്വലി എക്സാംപ്ലർ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ കോസ് എക്സ് ഡിവൈഡ് ബൈ പൈ - 2x വെൻ എക്സ് നോട്ട് ഈക്വൽ ടു π/2. അപ്പോൾ എന്തായിരിക്കും എക്സ് നോട്ട് ഈക്വൽ ടു π/2 വരാനുള്ള കാര്യം എന്താ? ഇവിടെ നിങ്ങൾ π/2 ഇട്ട് കൊടുക്കുക. അപ്പോൾ പൈ -2 ഇൻറ്റു എക്സിന് പകരം π/2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ക്യാൻസൽ. അപ്പോൾ പൈ - പൈ, അപ്പോൾ ഡിനോമിനേറ്റർ 0. ഇപ്പോൾ അത് പറ്റൂല. അതുകൊണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു π/2. 3 വെൻ എക്സ് ഈക്വൽ ടു π/2. എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് 2 π/2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് π/2. അതായത് LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എന്താ? കാരണം ഇത് LHL ഈക്വൽ RHL ആണല്ലോ ഈക്വൽ. പിന്നെന്താ അതെന്താണ്? എഫ് ഓഫ് എക്ക് ഈക്വൽ ആണ്. എഫ് ഓഫ് എന്ന സ്ഥാനത്ത് എന്താ π/2. അപ്പോൾ ഇത് ആക്ച്വലി ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് ആക്ച്വലി ഇവർ പറഞ്ഞു വരുന്നത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ LHL ഈക്വൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു വാല്യൂ അറ്റ് എഫ് ഓഫ് എ. നോക്കാം ലിമിറ്റ്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് കണ്ടുപിടിക്കേണ്ടല്ലോ. ഓക്കെ, കെ കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിക്കണ്ടേ സുഹൃത്തെ? കെ കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് π/2. അപ്പോൾ നമുക്കറിയാം ഈ സാധനം എന്താ? ഇത് ആക്ച്വലി LHL ആണ്. LHL ഈക്വൽ ടു RHL. LHL എങ്ങനെ എഴുതുക? LHL എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 പ്ലസ് ഈ പറഞ്ഞ RHL സോറി ഓക്കെ LHL അത് അല്ല RHL ആണ് ആക്ച്വലി ഈ പ്ലസ് വരുന്നത്. LHL എന്ന് പറയുന്ന മൈനസ്. അങ്ങനെ തന്നെ അല്ലേനോ? എൻ്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേങ്കിൽ അപ്പോൾ എന്താ അതെന്തിന് ഈക്വൽ? എക്സ് ടെൻസ് ടു π/2 മൈനസ് ഇപ്പോൾ LHL ഈക്വൽ RHS എന്തിൻ്റെ ഈ എക്സ് ഈക്വൽ അതായത് അതായത് നമ്മളെ ഫംഗ്ഷനിലേക്ക് π/2 ഇട്ട് കൊടുക്കുമ്പോൾ ഈ π/2 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടും നമുക്ക്? എക്സിന് പകരം π/2 കിട്ടും. ഏത് y വാല്യൂ കിട്ടുന്ന 3. അത് 3 ഈക്വലാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഈ എക്സ് ടെൻസ് ടു π/2 പ്ലസിന് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തത്? എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് ഈ എക്സിന് പകരം π/2 പ്ലസ് എച്ച് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഈക്വൽ 3. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കെ കോസ് ഈ എക്സ് കണ്ട ഇതിന് പകരം π/2 പ്ലസ് എച്ച് ഡിവൈഡ് ബൈ പൈ -2 ഇൻറ്റു ഈ എക്സിന് പകരം എന്താണ്? π/2 പ്ലസ് എച്ച് ഈക്വൽ 3 ഈക്വലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കെൻ്റെ വാല്യൂ കിട്ടണേ. അത് മറന്നു പോകരുത്. ലിമിറ്റ് എന്താണ്? എച്ച് ടെൻസ് ടു 0 ഈ കാര്യം ചെയ്താൽ ഇതെന്താ സംഭവം? കോസ് ഓഫ് 90 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എന്താ? 90 പ്ലസ് തീറ്റ ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. കാരണം എന്താ? അതെന്തുകൊണ്ടായിരിക്കും? ട്രിഗ്നോമെട്രി വാല്യൂക്ക് π/2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഈ മറ്റേ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആരെല്ലാം പോസിറ്റീവ്? സൈനും സൈനിൻ്റെ കുടുംബക്കാരും. കോസ് ഏടിയ പോസിറ്റീവ് വീഡിയാണ്. അപ്പോൾ ഇയാൾ എന്താണ് തെറ്റായ ഏരിയയിലായി തെറ്റായ രാജ്യത്തായി എത്തിപ്പോയത്. അതുകൊണ്ട് അയാൾ അവിടെ നെഗറ്റീവ് അടിച്ച്. അതുകൊണ്ട് ആ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അത് അതുകൊണ്ട് മൈനസ് കെ. പിന്നെ എന്തുണ്ട്? കോംപ്ലിമെൻ്ററി ആണ്ട് 90 പ്ലസ് തീറ്റ ആയതുകൊണ്ട് കോംപ്ലിമെൻ്ററി ആണ്ട് എന്തായി മാറി? സൈൻ എച്ച് ആയിട്ട് മാറി. ഡിവൈഡ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് ഈ 2-നുള്ളിലേക്ക് കയറ്റിയപ്പോൾ 2 ഇൻറ്റു π/2 ഇത് മൈനസ് 2 ഇൻറ്റു π/2 എന്താണ്? ഈ 2 ഇൻറ്റു ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഒരു മൈനസ് പൈ മാത്രം ബാക്കി. -2 ഇൻറ്റു എച്ച് -2h. അപ്പോൾ പൈ മൈനസ് പൈ ഇതെന്തായാലും 0 ആയിപ്പോൾ. പിന്നെ എന്തുണ്ട്? ഒരു -2h ബാക്കി ഈക്വൽ 3. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് കെ സൈൻ എച്ച് ഡിവൈഡഡ് ബൈ -2h ഈക്വൽ 3. അപ്പോൾ ഒരു കാര്യം ചെയ്ത് എന്ത് കിട്ടി? ഈ പറഞ്ഞ ഈ സൈൻ എച്ച് ബൈ എച്ച് എന്നുള്ളത് ഒരു ടേം ആക്കി എഴുതി. ഇത് പിന്നെ ഇവിടുത്തെ ഒരു മൈനസും ക്യാൻസൽ. ഈ k/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റിൻ്റെ പുറത്ത് ലിമിറ്റിൻ്റെ ബാക്കിൽ എഴുതി. ഈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് നമുക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്താണ്? സൈൻ എക്സ് ബൈ എക്സ് എത്രയാണ് വരുന്നത്? ഈക്വൽ ടു 1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ 1 ആണ്. നമ്മൾ പ്രൂഫായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ k/2 ഇൻറ്റു ഈ സാധനം വരുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ബൂം, ദിസ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ k/2 ഇൻറ്റു 1 ഈക്വൽ ടു 3. ഇനി കെ കിട്ടുകയാണെങ്കിൽ 2 അപ്പുറത്ത് പറഞ്ഞേക്കടോ. k ഈക്വൽ 2 ഇൻറ്റു 3. അപ്പോൾ എന്താ? k ഈക്വൽ ടു 2 ഇൻറ്റു 3 എത്ര? 6. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതോടുകൂടിയിട്ട് ഈ പാഠം അവസാനിച്ചു. താങ്ക് യു.